വാർത്തകളിലേക്ക്. രാപ്പകൽ സമരത്തിന്റെ 39ാം ദിവസമായ ഇന്ന് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കും. 11 മണി മുതൽ ആരംഭിക്കുന്ന 3ാം ഘട്ട സമരത്തിൽ 3 ആശാപ്രവർത്തകർ നിരാഹാരമിരിക്കും. ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ആശാമാരുടെ തീരുമാനം. അതേസമയം ഇന്നലെ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആശാമാരുടെ പ്രശ്നം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ മന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് പുറപ്പെട്ടു. കേന്ദ്രം നൽകാനുള്ള കുടിശ്ശികയും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടും. സൂര്യഗായത്രിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂര്യ, ഈ ഒരു ആശാവർക്കർമാരുടെ ഈ ഒരു സമരത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഇപ്പോഴും തമ്മിലുള്ള തർക്കം തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കേന്ദ്രം പറയുന്നു സംസ്ഥാനമാണത് കൊടുക്കേണ്ടത്, സംസ്ഥാനം പറയുന്നു കേന്ദ്രമാണത് കൊടുക്കേണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു നിരാഹാര സമരം 3 ആശാവർക്കർമാരെ വെച്ച് നിരാഹാര സമരം ആരംഭിക്കുകയാണ്. ഇനിയും ആവശ്യങ്ങൾക്കൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് ആവശ്യം അംഗീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയെങ്കിലും കിട്ടിയില്ല എങ്കിൽ ഈ 3 എന്നുള്ളത് കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും കാളിദാസ്, 3ാം ഘട്ട സമരവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശമാർ കടക്കുന്നത്. തുടക്കത്തിൽ 3 ആശമാരാണ് നിരാഹാര സമരം ഇരിക്കുന്നതെങ്കിൽ കൂടിയും ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ മേൽ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എങ്കിൽ ആശമാർ കൂടുതൽ പേർ നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരിക്കൊണ്ട് പരസ്പരം സഹായം നിങ്ങളാണ് നൽകേണ്ടത് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ആശാവർക്കർമാർ പ്രഖ്യാപിച്ച് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന 2 ചർച്ചകളിലും ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി തലത്തിൽ തന്നെ വിളിക്കുന്ന 2ാമത്തെ ചർച്ചയിലും ഒരു നിർദ്ദേശവും മുന്നോട്ട് പുതിയതായിട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്താണോ സമരം തുടങ്ങിയ അന്ന് മുതൽ തന്നെ പറയുന്നത് അത് തന്നെ കഴിഞ്ഞ ദിവസവും ആവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും പ്രശ്ന പരിഹാരം കാണാതെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് സമരം അവസാനിപ്പിച്ച് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശമാർ വ്യക്തമാക്കുന്നത്. സമരവേദി സജീവമായി തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. 11 മണിക്കാണ് 3 ആശമാർ, തങ്കമണി, ഷീജ, ബിന്ദു, ഇവർ 3 പേരുമാണ് ആദ്യഘട്ടത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. കാരണം വീണ ജോർജ് ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്രത്തിൽ നിന്ന് കുടിശ്ശിക ഉൾപ്പെടെ നൽകേണ്ടതായിട്ടുണ്ട്. അത് നൽകാത്തതിനാലാണ് ഇവർക്ക് സഹായം നൽകാൻ കഴിയാത്തത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെ ഇവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്നുള്ള വാദമാണ് മന്ത്രി കഴിഞ്ഞ ദിവസവും ഉയർത്തിയത് എന്നുള്ളതാണ്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കാൻ പോവുക. അതെ, ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാരം തുടരും. ഇന്നലെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക്, അതും ഫലം കണ്ടില്ല. അതീവ വേദനയോടുകൂടിയാണ് ഞങ്ങൾ നിരാഹാര സമരത്തിലേക്ക് ഇറങ്ങുന്നത്. നിരാഹാര സമരത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് ഈ ഗവൺമെന്റ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്യും. മന്ത്രി ഡൽഹിയിലേക്ക് പോയിരിക്കുക. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കുടിശ്ശികയൊക്കെ ചോദിച്ചു വാങ്ങിയിട്ട് മടങ്ങി വരാനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്. അത് അവർ ചോദിച്ചു വാങ്ങട്ടെ, ഞങ്ങളുടെ ഇതല്ലല്ലോ. അവർ ചോദിച്ചു വാങ്ങേണ്ടത് അവരുടെ കടമയാണ്. ചോദിച്ചു വാങ്ങട്ടെ, ഞങ്ങളല്ലല്ലോ. എന്തോന്നു മന്ത്രി ഡൽഹിയിലേക്ക് പോയതിനെ പറ്റി? വളരെ സന്തോഷം. മന്ത്രി പോയി കിട്ടാനുള്ളതൊക്കെ മേടിച്ചു വരട്ടെ. തീർച്ചയായിട്ടും അതൊക്കെ ആശാവർക്കർമാർക്ക് തരാനുള്ളതാണെങ്കിൽ വളരെ സന്തോഷം. സമരം അതിശക്തമായി തുടരും, അതിന് മാറ്റമില്ല. 3 പേരാണ് നിലവിൽ നിരാഹാര സമരം ഇരിക്കുന്നത്. ഈ പ്രശ്നത്തിനൊരു പരിഹാരമായില്ല എന്നെങ്കിൽ വരും ദിവസം എണ്ണം കൂടും. ഞങ്ങൾ റിലേ നിരാഹാര സമരമാണ്. അത് പോകെ മനസ്സിലാവും. ഇനിയും ആശമാരുടെ സമരം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും. കാരണം ഇതൊരു അതിജീവന പോരാട്ടമല്ലേ. ഇത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരം എന്നുള്ള നിലയ്ക്ക് തന്നെ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് നമുക്ക് ബാക്കി നോക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന 2 ചർച്ചയിലും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേ തുടർന്നാണ് സമരം വീണ്ടും തുടരുമെന്നുള്ള പ്രഖ്യാപനം അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. NHM-ഉമായിട്ടുള്ള ചർച്ച കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്താൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തി കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അതിലും ഒരു പരിഹാരം കാണാത്തതിൽ വലിയ രോഷം
ശേഷം വലിയ സങ്കടം ആശാപ്രവർത്തകരുടെ മുഖത്ത് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും മറ്റ് സമരങ്ങളെ പോലെ അത്ര പെട്ടെന്ന് അനുനയ ചർച്ചകൾ നടത്തി പറഞ്ഞുവിടാൻ കഴിയില്ല ആശാവർക്കർമാരെ എന്നുള്ളത് ഇതിനോടകം തന്നെ ആരോഗ്യ വകുപ്പിനടക്കം വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതാണ്. എന്തായാലും അവരുടെ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഓണറേറിയം വർധനവ്, മിനിമം വേതനം ലഭ്യമാക്കുക, ഇതിലടക്കം ഒരു അന്തിമ തീരുമാനം, അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതുവരെ അതിശക്തമായ സമരം തന്നെയായിരിക്കും ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുക എന്നുള്ളതാണ്. ഇവരുടെ പ്രശ്ന പരിഹാരത്തിന് ഡൽഹിയിൽ പോയിട്ട് വന്നിട്ടും ആരോഗ്യ വകുപ്പ് അടക്കം എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്, എന്ത് തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ ആശാവർക്കർമാരുടെ കാര്യത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉറ്റുനോക്കുന്നത്. അത് എന്താണെന്നാണ് അറിയേണ്ടത്.